നമസ്കാരം. വീണ്ടും ഒരു കഥ കൂടി. മൂകാംബികയിലെ ത്രിമധുരം കഴിച്ച് വികട സരസ്വതിയുടെ അനുഗ്രഹം സിദ്ധിച്ച മുട്ടസ് നമ്പൂതിരിയുടെ കഥയാണിന്ന്. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു മുട്ടസ് നമ്പൂതിരിയുടെ ഇല്ലം. ഒരിക്കൽ സമാവർത്തനം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ മുട്ടസ് നമ്പൂതിരി മൂകാംബികയിലെത്തി ഭജനമിരുന്നു. മൂകാംബികയിലെ ത്രിമധുരത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. എന്നാൽ ത്രിമധുരം മലയാളികൾക്ക് ലഭിക്കുന്നത് അപൂർവമായിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ നടയടയ്ക്കുന്നതിനു മുമ്പ് ബിംബത്തിനു മുന്നിൽ ത്രിമധുരം നേദിക്കും. ദേവന്മാർ അവിടെ എത്തി ദേവിയെ പൂജിച്ച് ത്രിമധുരം കഴിക്കാറുണ്ടെന്നാണ് വിശ്വാസം. ഈ ത്രിമധുരം മലയാളികൾക്ക് അപാരമായ വാഗ്വിലാസമുണ്ടാക്കുമെന്ന കാരണത്താൽ അസൂയാലുക്കളായ പരദേശികൾ ഈ ത്രിമധുരം ആർക്കും കിട്ടാതിരിക്കാനായി കിണറ്റിൽ തള്ളുകയായിരുന്നു പതിവ്. മുട്ടസ് നമ്പൂതിരി അവിടെ എത്തി ത്രിമധുരത്തിന്റെ രഹസ്യം മനസ്സിലാക്കുകയും എങ്ങനെയെങ്കിലും അത് സേവിക്കണമെന്ന് മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം നട തുറക്കാനായി ശാന്തിക്കാരൻ എത്തിയപ്പോഴേക്കും നമ്പൂതിരി കുളിയും കഴിഞ്ഞ് അവിടെ എത്തി. നമ്പൂതിരി കണ്ണടച്ച് ജപം തുടങ്ങി. ശാന്തിക്കാരനെത്തി നട തുറന്നു. തലേ ദിവസത്തെ പൂമാലകളും ത്രിമധുരവും എടുത്തു മാറ്റുന്നതിനു മുമ്പായി അദ്ദേഹം ഒരു കുടം വെള്ളം കോരാനായി കിണറ്റിനരികിലേക്ക് പോയി. ഈ സമയത്ത് മുട്ടസ് നമ്പൂതിരി ശ്രീകോവിലിനകത്ത് കയറി ത്രിമധുരം എടുത്ത് വായിലിട്ടു. ശാന്തിക്കാരൻ ഓടിവന്ന് നമ്പൂതിരിയുടെ കഴുത്തിൽ പിടികൂടി. ഒരു വിധത്തിൽ നമ്പൂതിരി ത്രിമധുരം അകത്താക്കി. ബഹളം കേട്ട് വന്നവരൊക്കെ നമ്പൂതിരിയെ പ്രഹരിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച നമ്പൂതിരിക്ക് ദേവീ കടാക്ഷത്താൽ ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ശ്വാസമടക്കി കണ്ണുമിഴിച്ച് അനക്കമില്ലാതെ കിടന്നു. നമ്പൂതിരി മരിച്ചെന്ന് കരുതി എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു വനത്തിൽ ഉപേക്ഷിച്ചു. നമ്പൂതിരി അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ദിവസങ്ങൾക്ക് ശേഷം ഇല്ലത്തെത്തുകയും ചെയ്തു. ഒട്ടേറെ ചികിത്സകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹത്തിന്റെ ദിവ്യത്വങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ മുട്ടസ് നമ്പൂതിരി ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ശാസ്ത്രികൾ കുട്ടികൾക്ക് കാവ്യം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. നമ്പൂതിരി ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ശാസ്ത്രികൾ പുറത്തുപോയ സമയം രഘുവംശത്തിലെ ഒരു പദത്തിന്റെ പരിഭാഷ കിട്ടാതെ ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്നതായി കണ്ടു. ഇത് കണ്ട നമ്പൂതിരി ആ കുട്ടിയോട് കാരണം അന്വേഷിച്ചു. കരി എന്ന പദത്തിന്റെ പരിഭാഷ കിട്ടാത്ത വിഷമമാണ് തനിക്കെന്ന് ആ കുട്ടി നമ്പൂതിരിയോട് പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി, ഞാൻ പറഞ്ഞു തരാം. കരി എന്ന പദത്തിന്റെ പരിഭാഷ കരിക്കട്ടെ എന്ന് പറഞ്ഞു പഠിച്ചോളൂ. ഇത് കേട്ട് വേറൊരു കുട്ടിക്ക് അച്ചസ്ഫടികാക്ഷമാല എന്നതിന്റെ പരിഭാഷ അറിയണമെന്നായി. ഇത് കേട്ട് നമ്പൂതിരി, അച്ഛൻ്റെ സ്ഫടികാക്ഷമാല, അച്ഛൻ അമ്മയുടെ നായര്, സ്ഫടികാക്ഷമാല എന്താണെന്ന് എനിക്കും നല്ല നിശ്ചയമില്ല, അത് ശാസ്ത്രിയോട് ചോദിക്കാം എന്ന് നമ്പൂതിരി പറഞ്ഞു. കുട്ടികളാകട്ടെ നമ്പൂതിരി പറഞ്ഞത് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ശാസ്ത്രികൾ തിരിച്ചു വന്നത്. അദ്ദേഹം ദേഷ്യത്തിൽ കുട്ടികളോടായി, ആരാണ് ഈ അബദ്ധങ്ങൾ പറഞ്ഞു തന്നത്? ഉടനെ കുട്ടികൾ മുട്ടസ് നമ്പൂതിരിയുടെ പേര് പറഞ്ഞു. ഉടനെ ശാസ്ത്രികൾ മുട്ടസ് നമ്പൂതിരിയോടായി, നിങ്ങൾ എന്തിനാണ് കുട്ടികൾക്ക് അബദ്ധം പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചു. ശാസ്ത്രികൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് എന്നായി നമ്പൂതിരി. പഠിച്ചിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാനെന്നും ഉപദേശിച്ചു. പിന്നീടത് വാക്ക് തർക്കമായി. താൻ അമരേശം പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്പൂതിരി ശാസ്ത്രികളോടായി ആരാഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞ ശാസ്ത്രികളോട് അതിലെ ഇന്ദിരാലോക മാതാമ എന്നും ഭാർഗവി ലോകജനനി എന്നും ഉള്ളിടത്ത് ലോകമാതാ എന്നും ലോകജനനി എന്നും ഒരുമിച്ച് പ്രയോഗിച്ചത് എന്തിനെന്ന് നമ്പൂതിരി ചോദിച്ചു. അവയിൽ ഏതെങ്കിലും ഒന്നു പോരായിരുന്നോ എന്നായിരുന്നു അദ്ദേഹം അർത്ഥമാക്കിയത്. ഏതെങ്കിലും ഒന്നു മതിയായിരുന്നെന്ന് ശാസ്ത്രികൾ സമ്മതിച്ചു. ഇത് കേട്ട നമ്പൂതിരി, ഇതാണ് തനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപാര പാണ്ഡിത്യമുള്ള ഒരു ഗ്രന്ഥകർത്താവ് വെറുതെ ഇങ്ങനെയൊരു പദപ്രയോഗം നടത്തില്ല. നമ്പൂതിരി അതിൻ്റെ അർത്ഥം വിശദമാക്കി കൊടുത്തു. ആ ലോകമാത എന്നും ഈ ലോക ജനനി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാലക്ഷ്മി ഒരു ലോകത്തിൻ്റെ മാത്രമല്ല, പരലോകത്തിൻ്റെ മാതാവും ഇഹലോകത്തിൻ്റെ ജനനിയുമാണ് എന്നാണ് നമ്പൂതിരി വിശദീകരിച്ചത്. മുട്ടസ് നമ്പൂതിരിയുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥകൾ വായിച്ചു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്